ഹായ് ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. അപ്പോൾ രാത്രി ആയപ്പോൾ മോന് മന്തി കഴിക്കണം, ഷവായ കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേ ദിവസമായി പറയണു, അപ്പോൾ വാങ്ങി കൊടുക്കാറില്ല. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ 24-ാം തീയതി ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവുകയാണ് അവൻ. അപ്പം മോൻ പോണതിന് മുമ്പായിട്ട് തന്നെ നാം പറഞ്ഞതല്ലേ എന്തായാലും ഒന്ന് വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഓട്ടം കൂടുതലുള്ള ദിവസമാണ് കേട്ടോ. ഞാൻ എന്തെങ്കിലും ഫുഡ് പറഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങി കൊടുക്കുള്ളൂ. ഓട്ടം കുറവുള്ള ദിവസമാണെങ്കിലൊന്നും വാങ്ങി കൊടുക്കില്ല. അപ്പം അന്ന് നമുക്ക് എണ്ണ അടിച്ചിട്ട് നമുക്ക് കയ്യിൽ ബാക്കി പൈസ ഉണ്ടായിരുന്നു. അപ്പം മോൻ എന്തായാലും പറഞ്ഞതല്ലേ, ഇനി അവിടെ ചെന്നാൽ അവിടുത്തെ ഫുഡാണല്ലോ, അപ്പം അന്ന് അത് വാങ്ങി കൊടുക്കാമെന്ന് വെച്ചാൽ രാത്രിയിൽ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ കിടന്നു കേട്ടോ. പിന്നെ രാവിലെ എണീക്കുമ്പോൾ തന്നെ എനിക്ക് രാവിലെ ഒരു 7:30 ആകുമ്പോഴത്തേനും ഒരു ഹോസ്പിറ്റലിൽ ഓട്ടം വന്നു. കേച്ചേരി എത്തണട്ടോ. അവിടുന്ന് കേച്ചേരിയിലേക്ക് 30 കിലോമീറ്ററുണ്ട്. അപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ കുട്ടീനെ കാണിക്കാനാണ്. കുട്ടിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പോൾ എന്തായാലും ഞാൻ ആ വഴിക്ക് പോകണതല്ലേ, അവിടുന്ന് 2 കിലോമീറ്റർ, കേച്ചേരിന്ന് 2 കിലോമീറ്റർ കൂടി പോയിട്ടാണ് അവിടെ ഒരു ഹോമിയോയിലാണ് മോനെ ഞാൻ കാട്ടിയിട്ടുള്ളത്. മോനെ അലർജിയുടെ പ്രശ്നം കാരണം കുറേ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു. പിന്നെ അവന് ഈ ഇംഗ്ലീഷ് മരുന്ന് ഡെയിലി കഴിക്കുമ്പോൾ അപ്പോൾ എന്തായാലും ഹോമിയോ കാണിക്കാതെ അപ്പോൾ ശരീരത്തിന് കേടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഹോമിയോ ഡോക്ടറെ കാട്ടി. എന്തായാലും ശനിയാഴ്ച മോൻ പോവാണല്ലോ, അപ്പോൾ അതിന് മുമ്പ് തന്നെ എന്നാൽ ഹോമിയോയുടെ മരുന്നും കൂടി വാങ്ങാന്ന് വെച്ചാൽ അവനെയും കൂടി കൂട്ടി. അങ്ങനെ അവരേനെ അവിടെ ഹോസ്പിറ്റലിൽ ഇറക്കി കൊടുത്തിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ രാവിലെ എണീറ്റ് വേഗം ഇന്ന് ചായയുടെ കടിയൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഞാനും മോനും കൂടി രാവിലെ നേരത്തെ ഇറങ്ങില്ല. മോൻ പറഞ്ഞു വിശക്കണില്ല, അപ്പോൾ ഒന്ന് വേണ്ടാന്ന് പറഞ്ഞു. ഇക്ക പറഞ്ഞു എന്തായാലും ഞാനിന്ന് എന്തായാലും പുറത്തേക്ക് പോകുന്നുണ്ട്, അപ്പം ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം, നിങ്ങൾ രണ്ടാളുന്ന പുറത്തുനിന്ന് കഴിച്ചു. പക്ഷേ ഞങ്ങൾ പുറത്തുനിന്നൊന്നും കഴിച്ചില്ല കേട്ടോ. എന്താ വെച്ചാൽ പിന്നെ അപ്പം ഞങ്ങൾ ഡോക്ടറെ കണ്ട് കഴിയുമ്പോഴത്തേനും അവരുടെ കഴിഞ്ഞു. പിന്നെ അവരെ കൂട്ടിയിട്ട് നേരെ അങ്ങോട്ട് പോന്നു. വീട്ടിലെത്തിയപ്പോൾ ഒരു 12:45. പിന്നെ വന്നിട്ട് ഇനി ചോറിനാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഡോക്ടർ മരുന്നെടുക്കാൻ പോയ നേരത്തെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുമ്പോൾ തന്നെ 12:30 ആയിട്ടുണ്ട് കേട്ടോ. 12:30 ആയി. വീട്ടിൽ വന്ന് വേഗം കാക്ക് 1:30 കാക്ക് കച്ചവടത്തിന് പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ വേഗം കാക്ക് ഫുഡ് കൊടുക്കാനായിട്ട് മീൻ വേഗം വറുത്തെടുത്തു. തേങ്ങ അരച്ച് വേഗം കറിയും കൂടി ശരിയാക്കി കേട്ടോ. ആ നേരം കൊണ്ട് ഞാൻ ചോറ് എന്നിട്ട് ഞാൻ പ്ലേറ്റിലെടുത്തു കഴിക്കാൻ വേണ്ടിയിട്ട്. 3 ആൾക്കും കൂടി വിളമ്പി അവരിരുന്നു. ഞാൻ കഴിക്കാനായിട്ട് എടുത്തു. ഇക്ക പള്ളിയിലേക്ക് അങ്ങോട്ട് പോയി. വന്നിട്ടൊന്ന് ഒരുമിച്ച് കഴിക്കാൻ വെച്ചിട്ട് ഞാൻ ചോറൊക്കെ ഞാൻ എടുത്തു. ആ നേരത്താണ് എനിക്കൊരു ഓട്ടം വന്നിട്ട്. ആ കുട്ടിക്ക് തീരെ സുഖമില്ല, ചെറിയ കുട്ടിയാണ്, 40 ദിവസം കൂടെ ആയിട്ടുള്ളൂ. അപ്പോൾ കുട്ടിക്ക് എന്തോ ചെറിയൊരു ശ്വാസം എടുക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാവുന്ന വേഗം വരുമോ ചോദിച്ചു. അപ്പോൾ എന്താ കാട്ടി, അതോടെ വേഗം ആ ഫുഡ് ഞാൻ എടുത്തത് അവിടെ അടച്ചു വെച്ചിട്ട് പോകുന്നു കേട്ടോ. നമുക്ക് വലുത് എത്രയും ഉണ്ണികൾക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊന്നും കൂടി ടെൻഷനാണല്ലോ.